എന്താ ഇളയമേത്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതെ ഇവരേത് എവിടെ കൊണ്ടുപോവാ? അത് ആനന്ദേ, ഈ പുതിയ റോഡിന്റെ അവസാനത്തെ വളവിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയില്ലേ? അയ്യോ, എന്താ അതിന്റെ പേര്? പേര് മറന്നല്ലോ. ഏതായാലും അവിടെ കാണിക്കാന്ന് കരുതി കൊണ്ടുപോകുന്നതാ. കൂടുതൽ ഡയലോഗൊന്നും വേണ്ട. ജോസേട്ടാ, നിങ്ങളൊരു ഓട്ടോ പിടിച്ചു വയ്ക്കും. വണ്ടി ഞാൻ കൊണ്ടുവന്നോളാം. ശരി സർ. ജയന്തി, നീ പുറയിലോട്ടിരിക്കുക. ഉമ്മക്കുൽസുവിന് മുമ്പിലേക്ക് കയറിയിരിക്കാം. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് തന്നെയാ പോകുന്നത്. ഉമ്മക്കുൽസിനെ അഡ്മിറ്റ് ആക്കാൻ. വാ, ഇറങ്ങാം. ഇത് കല്യാണി തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതാ ആനന്ദേട്ടന് ഇത്ര കെയർ. ഞാൻ അതല്ല ആലോചിക്കുന്നത്. കയ്യിൽ കിട്ടിയിട്ട് വായിലാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാ എന്തൊരു കഷ്ടം നോക്കണേ. അയ്യോ കഷ്ടം. എന്ത് പറഞ്ഞാലും തിന്നുന്ന ഉദാഹരണമായിരിക്കും അവസാനം. നിനക്കൊന്നും ഒരു നാണോ ഇല്ലേ? എനിക്ക് അങ്ങനെ വരൂ. എന്ത് ചെയ്യാനാ ആന്റി? ഏതായാലും അവള് ഭയങ്കര അഭിനയം തന്നെയാ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചതേ അത് ശരിക്കും ഒരു മുസ്ലിം പെണ്ണെന്നാ. അവളിനി എത്രയൊക്കെ അഭിനയിച്ചാലും ഇന്ന് ഞാൻ അവളെ കൈയോടെ പിടിച്ചിരിക്കും. നീ വാ, ഞാനിപ്പോ കാണിച്ചു തരാം. കല്യാണി, അയ്യോ സമ്മതിച്ചാൻഡി. അവളുടെ കള്ളത്തിനെ കൈയോടെ പിടിച്ചു. നീ എന്തിനാ തിരിഞ്ഞു നോക്കിയത്? എല്ലാം പൊളിഞ്ഞില്ലേ ഇപ്പോ? നീ വാ. നമ്മളങ്ങ് പേടിച്ചു നിന്നു പോയതാ. എന്താ ചെയ്ത്? ഇതൊരു ഹോസ്പിറ്റലല്ലേ? നിങ്ങൾ ഇങ്ങനെ തൊള്ള തുറന്ന് വിളിച്ചു പോവാൻ പാടണ്ട. ഇവിടെ വയറ്റിൽ കിടക്കണ കുഞ്ഞു വരെ ഞെട്ടിട്ടുണ്ടാവും. അല്ല, ആരാ ഇപ്പൊ ഈ കല്യാണി? ആരാ സാറേ? അത് ഞങ്ങളുടെ കുടുംബത്തിലുള്ളതാ. ഉമ്മുക്കുൽസിനെ അറിയില്ല. എന്താ ഇളയമേ ഇത്? ഉമ്മുക്കുൽസ് പറഞ്ഞ എത്ര കറക്റ്റാ. ഇതൊരു ഹോസ്പിറ്റൽ അല്ലേ? ഇവിടെയെങ്കിലും അല്പം മര്യാദ കാണിച്ചൂടെ നിങ്ങൾക്ക്? പ്രസവം അടുത്തൊരു സ്ത്രീയല്ലേ ഇവര്. ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഉമ്മുക്കുൽസ് വാ. ഈ ഇളയമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് വരാറുള്ളതാ. പിടിച്ചോ. പതുക്കെ.
ആ ഡോക്ടർ, ആ ഞങ്ങളെത്തി. എവിടെ വരണ്ടേ? ആ ശരി ശരി, അങ്ങോട്ട് വരാം. ശരി ശരി, ആ ഞങ്ങളെത്തി. ആ ഐഡിയ ചീറ്റിപ്പോയല്ലേ ആന്റി, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തും ചെയ്യും. എന്റെ മുന്നിലാ അവന്റെ ഒരു നാടകം കളി. ഇന്ന് പൊളിച്ചടുക്കും ഞാൻ. വിലാസിനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇല്ലാത്ത ഗർഭം കൊണ്ട് ഈ ആശുപത്രിയിൽ അവളും അവനെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്കൊന്ന് കാണണം. നീ പാടി. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ആ ഭാഗത്തേക്ക് നോക്ക്. അവൻ ഇവിടെയുള്ള ഏതോ ഡോക്ടറെ വിളിച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാ തോന്നുന്നേ. നീ വേഗം പോ. അയ്യോ, ഇത് എന്ത് വാടി? ഇത് ഹോസ്പിറ്റലാണോ അതോ ലോഡ്ജാണോ? ദേ, അവൻ എന്തോ കള്ളത്തരം കാണിക്കാൻ തന്നെയാ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആന്റി, അവരെ ഇവിടെ ഒന്നും കാണാനില്ല. കാണുവടി, കണ്ടേ പറ്റൂ. ഏതായാലും ഇവിടെ നിന്നും പുറത്തു പോകാനൊന്നും വഴിയില്ല. നീ വാ, നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. വാ. സിസ്റ്ററെ, ഇപ്പൊ ഒരു പർദ്ദയിട്ട് ഒരു പെൺകുട്ടി വന്നായിരുന്നല്ലോ പ്രഗ്നന്റ് ആയിട്ട്. അവരെങ്ങോട്ടാ പോയത്? ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തു, റൂം നമ്പർ 112. ഓ, ആ വഴി പോയാ മതി. ഓ ശരി, താങ്ക്സ്. ആന്റി, ഈ കള്ളഗർഭത്തിന് ഇവിടെ അഡ്മിറ്റ് ചെയ്യോ? അഡ്മിറ്റ് ചെയ്യോന്നോ? മരിച്ചുകൊണ്ട് ചെന്നാലും ഫിസിയോതെറാപ്പി ചെയ്യുന്ന നാടാ നമ്മുടേത്. നീ വാ, നമുക്കവര് റൂമിലുണ്ടോന്ന് നോക്കാം. വാ. കല്യാണി, ഇനി നിനക്ക് ഈ പർദ്ദയൊക്കെ മാറ്റാം. സാധാരണ ഡ്രസ്സ് ധരിച്ചാൽ മതി. ഞാൻ ചില പ്ലാനുകൾ നടത്താൻ പോവാ. ഇളയമൊക്കെ കുറച്ച് കഴിയുമ്പോ തനിയെ പൊയ്ക്കോളും. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ കല്യാണി പേടിക്കുന്നേ? കെട്ടിയോനല്ലേ കൂടെ ഉള്ളത്, പിന്നെന്താ? നീ ഇങ്ങോട്ട് വന്നേ, പറയട്ടെ. എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. നീ ധൈര്യമായിട്ട് ഡ്രസ് മാറും. ആ മാർത്താണ്ഡൻ എവിടെ ഉള്ളത്? ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമല്ലോ. ദേവി, എല്ലാം മംഗളാക്കി തരണേ. ആന്റിക്ക് എന്താ ഇതുവരെ പുതിയ ഐഡിയ ഒന്നും കിട്ടിയില്ലേ? ഈശ്വരാ, ആ അടുക്കളക്കാരെ ആനന്ദേട്ടന് കൂടി നമ്മളെ കോമാളി കളിപ്പിക്കുന്നു. ഈ ആന്റി ആണെങ്കിൽ ഒരേ നടത്തവും, എനിക്കാണെങ്കിൽ വിശപ്പടിച്ചു തുടങ്ങി. ഈ ആശുപത്രിയിൽ വല്ല ക്യാന്റീനും കാണുമെന്തോ.
നല്ല മുളക് ബജി ചട്നി കാപ്പിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ജയന്തി, ക്യാൻറ്റീനിൽ പോവാ ആന്റി. ക്യാൻറ്റീൻ നിന്റെ എന്താ ആന്റി? എടി, കാട്ടിന്ന് രക്ഷപ്പെട്ട ആടിനെ കൂട്ടിൽ കയറി പിടിക്കുന്ന പുലികളുണ്ട്, കണ്ടിട്ടുണ്ടോ നീ? ആന്റി ഇതെന്തൊക്കെയാ പറയുന്നത്? കാടും ആടും പുലിയും കൂടും ഒക്കെ എന്ന് പറഞ്ഞാ? അയ്യോ എന്റെ എടി, എയർപോർട്ടിൽ നിന്ന് അഖിലയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട ആനന്ദിനെയും ആ അടുക്കളക്കാരിയെയും നമ്മൾ ഇവിടെ കൊടുക്കാൻ പോവാണ്. അഖിലയുടെ മുന്നിൽ ഇട്ടു കൊടുക്കാൻ നല്ലൊരു വാരിക്കുഴി ഒരുക്കിയിട്ട്. അതിന് അഖിലാന്റെ വീട്ടിൽ പോയല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അതൊന്നും സാരമില്ല, നീ പോയി കൂട്ടിക്കൊണ്ടു വന്നാ മതി ഇവിടേക്ക്. ഞാനോ? ആന്റി ഇത് എന്തൊക്കെയാ പറയുന്നത്? കേട്ടപ്പോ തന്നെ ഒരു നിമിഷം എന്റെ ശ്വാസം നിലച്ചുപോയി. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അഖിലാന്റിയെ വിളിച്ചിട്ട് വരാനൊന്നും. ഞാൻ എന്താ മനുഷ്യ ബോംബാണോ? മനുഷ്യ ബോംബ് നിന്റെ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ കിടന്ന് ബഹളം വെക്കൊന്നും വേണ്ട, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. പറയട്ടെ? പറഞ്ഞോ. ഈ ഐഡിയ സൂപ്പറാ. ഞാൻ ഇപ്പൊ തന്നെ ആന്റി പറഞ്ഞതുപോലെയൊക്കെ അഖിലാന്റിയോട് പറയാം. അതെ, ഞാൻ പറഞ്ഞതുപോലൊക്കെ മാത്രമേ പറയാവൂ. അഖില എങ്ങ് എത്തിക്കോളും. പക്ഷേ ഇതെങ്ങാനും പറഞ്ഞു കൊളവാക്കിയാ അപ്പോഴാ നീ എന്റെ സ്വഭാവം അറിയാൻ പോകുന്നെ. എല്ലാം ഒരു വശത്തിന് പറഞ്ഞ് ആ അഖിലാണ്ടിശ്രീയും കൂട്ടി നീ വരാവൂ. ശരി ആന്റി. എന്നാ പോയിട്ട് വാ. ഇവിടുന്ന് ഒരു ഓട്ടോയിൽ പോയാ മതി. ശരി ആന്റി. എടാ ആനന്ദേ, നിനക്കിന്ന് ശനിയാ. കാത്തിരുന്നോ നീ? ദൈവമേ, കയ്യും കാലും ഒക്കെ വിറയ്ക്കുന്നു. ആ വിലാസിന് ആന്റിയുടെ വാക്കും കേട്ട് ഇറങ്ങി തിരിക്കണ്ടായിരുന്നു. ഇപ്പൊ പുലിക്കുട്ടി വന്ന മുയലിന്റെ അവസ്ഥയായിപ്പോയി. ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് അഖിലാന്റി എന്നോടൊപ്പം വന്നില്ലെങ്കിൽ വിലാസിന് ആന്റി എന്നെ കടിച്ചു കീറും. ഏതായാലും എന്റെ കാര്യത്തിൽ ധാരണയായി. ചെകുത്താനും കടലിന് ഇടയിൽ പെട്ട അവസ്ഥ. നീ എന്താ ഇവിടെ നിന്ന് പരുങ്ങുന്നേ? വിലാസിനെ ഇവിടെ? അത് ആന്റി, ആ എയർപോർട്ടിൽ വെച്ച് വെറുതെ ഇട്ട് നിന്ന സ്ത്രീയെ എവിടെയാണോ കൊണ്ടാക്കേണ്ടത് അവിടെ കൊണ്ടാക്കാൻ പറഞ്ഞിരുന്നില്ലേ? അതെ പറഞ്ഞു. അതിനെന്താ? അല്ല ആന്റി, ഇടയ്ക്ക് വെച്ച് അവർക്ക് പെയിൻ തുടങ്ങി. അങ്ങനെ അടുത്ത് കണ്ടൊരു ഹോസ്പിറ്റലിൽ കയറ്റി ഞങ്ങള്. അതേതായാലും നന്നായി. കുഴപ്പമൊന്നുമില്ലല്ലോ ആ കുട്ടിക്ക്? കുഴപ്പമൊന്നുമില്ല ആന്റി, സുഖപ്രസവമായിരുന്നു. ഒരു സുന്ദരി പെൺകുട്ടി. വെരി ഗുഡ്. അല്ല, അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നില്ലേ? സുഖമായിട്ടിരിക്കുന്ന ആന്റി. പക്ഷേ അതെന്താ ഒരു പക്ഷേ? അല്ല ആന്റി, വേറൊന്നുമില്ല. ആ കുഞ്ഞിന്റെ നാവില് ആന്റി തന്നെ തേമ്പുരട്ടി കൊടുക്കണമെന്ന് ആ സ്ത്രീക്ക് ഒരു ആഗ്രഹം. ആന്റി ഒരാൾ ഉള്ളത് കൊണ്ടാണത്രേ സുഖപ്രസവം നടന്നതും കുഞ്ഞിനെ ജീവനോടെ കിട്ടിയതെന്നാ അവര് പറഞ്ഞത്. എന്തോ അവർക്ക് ആന്റിയോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നു. ഞാനും വിലാസിനെ ആന്റി അവരോട് പറഞ്ഞതാ. ആന്റി ഭയങ്കര തിരക്കാ, ഇവിടുന്നും അങ്ങനെ വരാനുള്ള സമയം കിട്ടില്ല എന്നൊക്കെ. പക്ഷെ ആ സ്ത്രീക്ക് ഒരേ നിർബന്ധം, എങ്ങനെയെങ്കിലും ആന്റിയെ കൂട്ടിക്കൊണ്ട് ചെന്നേ പറ്റുള്ളൂന്ന്. ഒടുവിൽ ആന്റിയെ കാല് പിടിച്ചെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കരച്ചിലായി. അപ്പോ വിലാസിന് ആന്റിയെ പറഞ്ഞത്, എന്നാ പിന്നെ ആന്റിയോട് കാര്യം പറയാം. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്.
ശരി, വാ പോവാം. ആ ഹലോ, അതെ പറയൂ. അതെ. ആഹാ, ഓ അങ്ങനെയാണോ? ഓക്കെ ഓക്കെ, ശരി. ആ ആയിക്കോട്ടെ. ഓ ശരി ശരി ശരി. ഹലോ ആന്റി. ആ ജയന്തി, എന്തായി? അഖിലാണ്ടേശ്വരി ഇറങ്ങിയോ അവിടുന്ന്? ഞാൻ ഒരു വിധം പറഞ്ഞ് സമ്മതിപ്പിച്ച ആന്റി. ഞങ്ങൾ ഇറങ്ങിയപ്പോ അഖിലാന്റിക്ക് ഒരു ഫോൺ വന്നു. ആ തക്ക നോക്കിയാ ഞാനിപ്പോ ആന്റിയെ വിളിച്ചത്. ആ നന്നായി. ആ അടുക്കളക്കാരിയും ആനന്ദും കൂടി തിരക്കഥയും സംഭാഷണവും രചിച്ച കഥയ്ക്ക് ഞാനൊരു ക്ലൈമാക്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ സൂപ്പർ ട്രാജഡി ക്ലൈമാക്സ്. ശരി, ഫോൺ വെച്ചിട്ട് നീ പെട്ടെന്ന് വരാൻ നോക്ക്. ശരി ആന്റി, ഞങ്ങൾ ഇപ്പൊ എത്തും. ആ ശരി ശരി. ആ ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഒരു അരമണിക്കൂർ അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, ബൈ. പാപ്പോ പോകാം. ആ ശരി ശരി, ഓക്കെ. ആ താങ്ക് യു വെരി മച്ച്. ആ ഞാൻ വിളിക്കാം. ശരി. ദാ മതി. എന്തൊക്കെയാ വലിയ കുഞ്ഞ് നടന്നുകൊണ്ടിരിക്കണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നീ കൂടുതലൊന്നും മനസ്സിലാക്കണ്ട. ആ ഇവിടം വരെ ഏകദേശം എല്ലാ കാര്യങ്ങളും സേഫാ. ഇനി അങ്ങോട്ട് ഓക്കെ ആയിക്കോളും. ആ എടുത്ത് കഴിക്കണ്ടേ കെട്ടിയോളെ. അവള് സംഗതി ഒപ്പിച്ചു കളഞ്ഞു. വാ വാ, പെട്ടെന്ന് വാ. മോനവിടെ അടുക്കളക്കാരിയുമായിട്ട് ശൃംഗരിക്കുന്നത് നേരിട്ട് കാണാം അഖിലാണ്ടേശ്വരിക്ക്. ആനന്ദ്, ആനന്ദ്, നീ ഇവിടെ? കല്യാണി എങ്ങനെ ഇവിടെ വന്നു? അതമ്മേ, അമ്മയുടെ കൂടെ എയർപോർട്ടിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് എനിക്ക് രണ്ടാമതൊരു ഫോൺ വന്നില്ലേ? ആ, അത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറായിരുന്നു. അതാ ഞാൻ പകുതി വഴിക്ക് ഇറങ്ങിയത്. റോഡിലെ ബോധമില്ലാതെ കിടന്ന കല്യാണിയെ ആരോ ഈ ഹോസ്പിറ്റലാക്കിയിട്ട് 3-4 ദിവസമായത്രേ. കല്യാണിക്ക് ഇന്നാ ബോധം വീണത്. ബോധം വീണ് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാ ഡോക്ടർ എന്നെ വിളിച്ചത്.
നേരെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ അമ്മയെ വിളിക്കാന്ന് കരുതി. വന്നപ്പോ കല്യാണി നല്ല മയക്കത്തിലായിരുന്നു. ഇപ്പൊ മയക്കം തെളിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും അമ്മ ഇങ്ങെത്തി. കല്യാണി ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല മാഡം. തലയ്ക്ക് ചെറിയൊരു കനം തോന്നുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസം. ഒന്നും പറയണ്ട കല്യാണി, നടന്നതെല്ലാം ഞാൻ അറിഞ്ഞു. നീ ഒന്നും വിശദമായി പറയണമെന്നില്ല. അയ്യോ, ശ്ശ്. നീ എന്താടി ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നേ? എന്തുപറ്റി? അത് ആന്റി ഒന്നുമില്ല ആന്റി. ഒന്നും ഇല്ലാതെ അല്ലല്ലോ. നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. നീ കാര്യം പറ. അല്ല, അഖിലാന്റെ അകത്ത് കയറിയിട്ട് ഒന്നും അറിയാൻ വയ്യല്ലോ, അതാ. ഇനി എന്തറിയാനാടി? ഇന്നത്തോടെ അവന്റെ അവളുടെയും ചീട്ട് കീറിയത് തന്നെ. ദേ, നിനക്കിന്ന് ഞാൻ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തരാം, നോക്കിക്കോ.